ഫിനാൻഷ്യൽ ഫ്രീഡം ചലഞ്ച് എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ്സിലേക്ക് എല്ലാവർക്കും ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങളെ വെൽക്കം ചെയ്യുകയാണ്. സോ ദാറ്റ് നിങ്ങൾ ലേൺ ചെയ്യാൻ പോകുന്ന താങ്ക് യു സോ മച്ച് ഫോർ എൻറോളിങ് ടു ദിസ് പ്രോഗ്രാം ബിക്കോസ് ദിസ് പ്രോഗ്രാം ഇസ് ഗോണ ചേഞ്ച് യുവർ ലൈഫ് ദ വേ യു അപ്രോച്ച് ദ മാർക്കറ്റ്. നിങ്ങൾ എങ്ങനെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ട്രേഡർ ആവാൻ പറ്റുക, ഇൻവെസ്റ്റർ ആവാൻ പറ്റുക, സ്കാൾപ്പിംഗ് ആണോ, പൊസിഷണൽ ട്രേഡ് ആണോ, മൊമെൻറ്റം ട്രേഡ് ആണോ, അല്ലെങ്കിൽ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണോ, എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് ബ്യൂട്ടിഫുള്ളായിട്ട് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാനും ഫിനാൻഷ്യൽ മാർക്കറ്റ്സിനെ നിങ്ങൾക്ക് റിസ്കിലൂടെ റിവാർഡിലൂടെ കണ്ട് മനസ്സിലാക്കാനും. മാർക്കറ്റ് ഈസ് ഇന്നവിറ്റബിൾ തിങ് അല്ലേ. മാർക്കറ്റ് ഈസ് ഇന്നവിറ്റബിൾ ബിക്കോസ് ഈ മൊമെൻറ്റ്, ഇപ്പം നടക്കുന്ന ഈ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ഇനി ഒരിക്കലും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നടക്കുന്ന ഓരോ മൊമെൻറ്റ്സിലും 10,000-ഓളം അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഓർഡേഴ്സ് ഓരോ സമയവും ബൈയും സെല്ലും നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബിസിനസ്സിൽ അതിൻ്റെ അനാലിസിസ് കൂടുതലും പ്ലെയിൻ ചാർട്ട്സ് ഉപയോഗിച്ച്, അതായത് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട്സ് ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ആ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് ഉപയോഗിച്ച് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അസറ്റ്സിനെ റിസ്ക് റിവാർഡിലൂടെ കാണാനും അതുപോലെ തന്നെ നിങ്ങളുടെ ട്രേഡിംഗ് വിന്നിങ് സ്ട്രാറ്റജിയായി നിങ്ങളുടെ വിന്നിങ് എഡ്ജിന് ഇതൊരു വജ്രായുധമായിട്ട് മാറാനുമായിട്ടുള്ള എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വെൽക്കം ടു ദിസ് മോഡ്യൂൾ. അപ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡം ചലഞ്ചിൽ നമ്മൾ കൂടുതലായിട്ടും പഠിക്കാൻ പോകുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്യാൻഡിൽ സ്റ്റിക്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ക്യാൻഡിൽ സ്റ്റിക്സ് ഒന്നും അറിയില്ല ഇതുവരെ, ക്യാൻഡിൽ സ്റ്റിക്സിനെ കുറിച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, അല്ലെങ്കിൽ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ലേൺ, അൺലേൺ ആൻഡ് റീലേൺ എന്നുള്ളൊരു കാര്യമുണ്ട് അല്ലേ. അപ്പം നിങ്ങൾ ഓൾറെഡി ലേൺ ചെയ്തിട്ടുണ്ട്, ആ ലേൺ ചെയ്ത കാര്യങ്ങളെ കംപ്ലീറ്റ് ആയിട്ടും അൺലേൺ ചെയ്ത് ഈ ഒരു മൊമെൻ്റ് തൊട്ട് നിങ്ങൾ റീലേൺ ചെയ്യുകയാണെങ്കിൽ ആ റീലേൺ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ ഉണ്ടാവണമെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ ഗോ ടു അവർ പ്ലേലിസ്റ്റ്. യൂട്യൂബിൽ ഫ്രീ ആയിട്ട് തന്നെ കൊടുത്തിട്ടുള്ള ഈ ഒരു പ്ലേലിസ്റ്റ് കംപ്ലീറ്റ് ആയിരുന്നു. ബിഗിനേഴ്സ് ലേണിംഗ് എന്നുള്ള ഈ ഒരു പ്ലേലിസ്റ്റിൽ ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ സൈക്കോളജി എന്താണ്, ക്യാൻഡിൽ സ്റ്റിക്ക് അഡീഷൻ എങ്ങനെയാണ് ചെയ്യുക, സ്റ്റേജസ് ഓഫ് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് എന്തൊക്കെയാണ്, ഒരു ഷൂട്ടിംഗ് സ്റ്റാർ അല്ലെങ്കിൽ ഹാങ്ങിങ് മാൻ എന്താണ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ജനറേറ്റ് ആവുന്നത്, ഹാമർ എന്താണ്, ഇൻവേർട്ടഡ് ഹാമർ എന്താണ്, ഡോജി പാറ്റേൺസ് എന്താണ്, ഹരാമി ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് എന്താണ്, ഡാർക്ക് ക്ലൗഡ് കവേഴ്സ് എന്താണ്, ബെയറിഷ് ആൻഡ് ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺസ് എന്തൊക്കെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റും. സോ ദാറ്റ് യു ക്യാൻ ബ്രഷ് അപ്പ് യുവർ ലേണിങ്സ്. അത് കഴിഞ്ഞതിന് ശേഷം ഫിനാൻഷ്യൽ ഫ്രീഡം ചലഞ്ചിൻ്റെ ഈ ഒരു കോൺസെപ്റ്റ്സിലേക്ക് വരാൻ ശ്രമിക്കുക, നിങ്ങൾക്കൊന്നും തന്നെ അറിയില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ ചാർട്ട്സ് എവിടെ നിന്നാണ് രൂപപ്പെടുന്നത്? പണ്ടൊക്കെ നമുക്ക് ഈ പറയുന്ന ട്രേഡിംഗ് വ്യൂവും മറ്റൊന്നും ഇല്ലാത്ത സമയത്ത് ഓപ്പൺ, ക്ലോസ്, ഹൈ, ലോ, ഈ 4 പ്രൈസസ് ആണ് മാർക്കറ്റിനെ ഡിസൈഡ് ചെയ്യിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഈ പ്രൈസസിനെ ബേസ് ചെയ്തിട്ടാണ് ന്യൂസ് പേപ്പറിൽ പ്രിൻ്റ് ചെയ്ത് വരുന്ന ഈ 4 വാല്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് ഡിസിഷൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ആണെങ്കിലും ട്രേഡിംഗ് ഡിസിഷൻസ് ആണെങ്കിലും പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ ജാപ്പനീസിൽ നിന്നും ബിൽഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് എന്താ ചെയ്യുന്നത്? ഈ 4 പ്രൈസ് ഓപ്പൺ, what are the prices we have? Let's say we have open price and we have close, high, then low. ഈ 4 പ്രൈസസിനെയും ഡിനോട്ട് ചെയ്യുന്ന ഒരു കാര്യം അല്ലേ. അപ്പോൾ ഈ 4 പ്രൈസും ഒരു ഫിനാൻഷ്യൽ അസറ്റ് ട്രേഡ് ആവുന്നത്, ലെറ്റ്സ് സേ മാർക്കറ്റ് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യുകയാണ്, ആ പോയിന്റിൽ നിന്നും മുകളിലേക്ക് പോയി, വീണ്ടും താഴേക്ക് വന്നു, വീണ്ടും മുകളിലേക്ക് പോയി, വീണ്ടും താഴേക്ക് വന്നു, അപ്സൈഡ് സർക്യൂട്ട് ഹിറ്റ് ചെയ്തു, ലോവർ സർക്യൂട്ട് ഹിറ്റ് ചെയ്തു, എന്നിട്ട് ഇവിടെ തന്നെ ക്ലോസ് ചെയ്ത് മാർക്കറ്റ് അവിടെ എൻഡ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇങ്ങനെ ക്ലോസ് ചെയ്യുന്ന പ്രൈസിൻ്റെ ഓപ്പൺ എവിടെയായിരിക്കും? ഓപ്പൺ പ്രൈസ് വുഡ് ബി ദിസ് വൺ. ലെറ്റ്സ് അസ്യൂം ഇറ്റ്സ് 10. 10-ൽ ഓപ്പൺ ചെയ്ത പ്രൈസ് 15 വരെ ഹൈ പോയിട്ടുണ്ട് ആൻഡ് 5 rupees വരെയുള്ള ലോ പോയിട്ടുണ്ട്, 10 rupeesൽ തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു ഇൻഡിസിഷൻ ആണ് വരുന്നത്. ഈ ഒരു ഇൻഡിസിഷൻ അല്ലാതെ പല രീതിയിലും ഫിനാൻഷ്യൽ അസറ്റിൻ്റെ പ്രൈസസ്, അത് ഇൻഡൈസസ് ആവാം അല്ലെങ്കിൽ സ്റ്റോക്സ് ആവാം, ഇങ്ങനെ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു 4 പ്രൈസിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് നമ്മൾ ഫോം ചെയ്യുകയാണ്. ആ ഫോം ചെയ്യുന്ന ക്യാൻഡിൽ സ്റ്റിക്ക് എങ്ങനെയാണ് നിങ്ങൾക്കൊരു മെസ്സേജ് തരുന്നുണ്ടാവുക, ഒരു ഡിസിഷൻ മേക്കിങ്ങിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിൽ ഏറ്റവും ആദ്യം തന്നെ ഈ ഒരു ചലഞ്ച് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം ചലഞ്ച് എന്ന് പറയുന്നത് തന്നെ ചെറിയൊരു ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് 10K ഉപയോഗിച്ചുകൊണ്ട്, അതായത് 50K ക്യാപിറ്റലിൽ നിന്ന് 20% മാത്രം ട്രേഡിങ്ങിനായി ഉപയോഗിച്ച് 20K അല്ലെങ്കിൽ 10K കൊണ്ട് നിങ്ങൾ ഒരു 1 CR എത്തിക്കുന്ന നിങ്ങളുടെ ഒരു ചലഞ്ചാണ്. അപ്പോൾ ഈ ചലഞ്ചിൽ ചെറിയ ക്യാപിറ്റൽ എന്തുകൊണ്ടാണ് ട്രൈ ചെയ്യുന്നത്? ഓപ്ഷൻസ് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണെങ്കിൽ ഏറ്റവും കൂടുതൽ
നെഗറ്റീവ് സം ഗെയിമാണ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ആ നെഗറ്റീവ് സം ഗെയിമിൽ റിസ്കിയസ്റ്റ് ആയിട്ടുള്ള അസെറ്റാണ്. ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് നിങ്ങളെ എല്ലാ രീതിയിലുള്ള ഇമോഷൻസിലൂടെയും കൊണ്ടുപോകുന്നുണ്ടാവും. നിങ്ങളുടെ ഫിയർ ആണെങ്കിലും, നിങ്ങളുടെ ഗ്രീഡ് ആണെങ്കിലും, നിങ്ങളുടെ അഗ്രസീവ്നെസ് ആണെങ്കിലും, നിങ്ങളുടെ ഇമോഷൻസിനെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. കാരണം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന, നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല ഇവിടെ നടക്കുന്നത്. നിങ്ങൾക്ക് 10 പ്രതീക്ഷിക്കുന്ന ദിവസത്ത് 100 രൂപ തരികയും 100 രൂപ പ്രതീക്ഷിക്കുന്ന ദിവസത്ത് നിങ്ങളുടെ ക്യാപിറ്റൽ വൈപ്പൗട്ട് ആവുകയും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അസറ്റാണ്. അപ്പോൾ ആ അസറ്റിനെ ഈ ഒരു റിസ്കിലൂടെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചലഞ്ച് 21 ഡേയ്സിൽ നിങ്ങൾക്കൊരു പ്യുവർ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ലേണിംഗ്, അതൊരു ഓപ്ഷൻ ട്രേഡിങ്ങിന് വേണ്ടി കൊണ്ടുപോവുകയാണെങ്കിൽ ഇതിൻ്റെ മോഡ്യൂൾസ് ഇങ്ങനെയാണ്. ഇൻട്രൊഡക്ഷൻ ടു ക്യാൻഡിൽ സ്റ്റിക് അനാലിസിസ് ആൻഡ് മെസ്സേജ്, എന്താണ് നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്കിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. അണ്ടർസ്റ്റാൻഡിങ് ദ ബേസിക് ഓഫ് ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് ആൻഡ് ദെയർ സിഗ്നിഫിക്കൻസ് ഇൻ ഓപ്ഷൻ ട്രേഡിംഗ്. ഓപ്ഷൻ ട്രേഡിങ്ങിൽ ക്യാൻഡിൽ സ്റ്റിക്കിനെ ഉപയോഗിച്ചുകൊണ്ട് ഹെഡ്ജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ നമ്മൾ ചെറിയ രീതിയിലുള്ള പ്രൈസ് മൂവ്മെൻറ്റ്സിനെ ക്യാപ്ചർ ചെയ്യാനാണ് നോക്കുന്നത്, അല്ലേ? എക്സ്പ്ലോറിംഗ് ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് ആൻഡ് ദെയർ മീനിങ്സ്. ഓപ്ഷൻസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻസിൽ എന്താ സംഭവിക്കുന്നത്? ഒരു ഇൻഡൈസസിനെ ബേസ് ചെയ്ത്, ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ നിഫ്റ്റി ഇൻഡെക്സിനെ ബേസ് ചെയ്ത്, അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് പ്രീമിയംസ് ട്രേഡ് ആവുന്നുണ്ട്, അല്ലേ? കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ട്രേഡ് ആവുന്നുണ്ട്. അപ്പോൾ കോൾ ഓപ്ഷൻ്റെ പ്രീമിയം, പുട്ട് ഓപ്ഷൻ്റെ പ്രീമിയം കൂടുതലും ആരാ ഹാൻഡിൽ ചെയ്യുന്നത്? സെല്ലേഴ്സാണ് ഹാൻഡിൽ ചെയ്യുന്നത്. സെല്ലേഴ്സാണ് മാർക്കറ്റിൽ 66% സാധ്യതയും കൂടുതലുള്ളത്. ഈ 66% ചാൻസും സെല്ലേഴ്സിനുള്ള ഒരു സമയത്ത് 33% സാധ്യത മാത്രമേ ആസ് എൻ ഓപ്ഷൻ ബയേഴ്സിനുള്ളൂ. അപ്പോൾ ഈ 33% സാധ്യത എപ്പോഴാണ് വരുന്നത്? രണ്ട് സിനാരിയോസിലാണ് വരുന്നത്. നമ്പർ 1, ഓപ്ഷൻ സെല്ലേഴ്സ് പേടിക്കുന്ന സമയത്തല്ലേ, അവർ സെല്ല് ചെയ്തിരിക്കുന്ന ഒരു പൊസിഷൻ, അതായത് അവർ ഓൾവേസ് ദേ ഈറ്റ് ലൈക്ക് എൻ ആൻഡ് ഷിറ്റ് ലൈക്ക് എൻ എലിഫൻറ്റ്. അപ്പോൾ ദേ ഷിറ്റ് ലൈക്ക് എൻ എലിഫൻറ്റ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുമ്പോൾ അവർ ഒരുപാട് നഷ്ടപ്പെടുന്നുണ്ടാവും. അത് മൈഗ്രേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു സാധനം മിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് അവർ ചെയ്യുന്ന ഒരു സംഭവം എന്താ? സ്റ്റോപ്പ് ലോസ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യും. അപ്പോൾ ഒരുപാട് പേര് ഒരേ സമയം സ്റ്റോപ്പ് ലോസ് ഒരുപോലെ കീപ്പ് ചെയ്ത് അവിടെ നിന്നും എക്സിറ്റ് ചെയ്ത് മാറുമ്പോഴുണ്ടാവുന്ന സ്പൈക്കാണ് ഈ സെല്ലേഴ്സ് ഫെയിൽ ആകുമ്പോൾ വരുന്നത്, അല്ലേ? ആ ഒരു മൊമെൻറ്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻഡിൽ സ്റ്റിക്ക് മെസ്സേജസിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ മാത്രം നമ്മളൊരു എൻട്രി പ്ലേസ് ചെയ്യാണ് ആസ് എൻ ഓപ്ഷൻ ബയർ. റിമൈനിങ് 66% ഓഫ് ടൈമും മാർക്കറ്റിൽ വെയിറ്റ് ചെയ്ത് വാച്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന 33% അൺലിമിറ്റഡ് പൊട്ടൻഷ്യൽ ഉള്ളൊരു സമയമാണ്, അല്ലേ? റിസ്ക് വളരെ കുറവും, അല്ലാതെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസ്ക്കും അൺലിമിറ്റഡ് റിവാർഡും ഉള്ള ഈ ഒരു ഓപ്ഷൻ ബൈയിങ്ങിൽ, അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലേഴ്സിനെ കുറിച്ച് നോക്കുമ്പോഴോ അൺലിമിറ്റഡ് റിസ്ക് ആണ്, പക്ഷേ റിസ്ക് കൂടുതലാണ്, പക്ഷെ റിവാർഡ് വളരെ കുറവാണ്. ബട്ട് ഹ്യൂജ് ക്യാപിറ്റൽ ഉപയോഗിക്കുന്ന എല്ലാവരും ചെയ്യുന്നത് ഓപ്ഷൻ സെല്ലിംഗ് ആണ്. എന്തുകൊണ്ടാണ്? 66% വിന്നിങ് പ്രോബബിലിറ്റി ഉള്ളത് കൊണ്ടാണ്. സോ ത്രൂ ക്യാൻഡിൽ സ്റ്റിക്ക്, ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻസ് എന്താണ്? അതൊരു ബുള്ളിഷ് ക്യാൻഡിലാണോ, ബെയറിഷ് ക്യാൻഡിലാണോ, അല്ലെങ്കിൽ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഫോർമേഷൻസ് എങ്ങനെയാണ്? ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ മന്ത്ലി ബേസിസിൽ നമ്മൾ നോക്കി, അത് കഴിഞ്ഞ് നമ്മൾ വീക്ക്ലി ബേസിസിൽ നോക്കി, അത് കഴിഞ്ഞ് ഡെയിലി ബേസിസിൽ നോക്കി, ഈ ഒരു റെക്കഗ്നിഷൻ FFC എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഫ്രീഡം ചലഞ്ചിൻ്റെ ഫോർമേഷൻസ് ആണ് നമ്മളൊരു സ്പോട്ടിലെ ചാർട്ടിനെയും അതുപോലെ തന്നെ ഓപ്ഷൻ പ്രീമിയത്തിൻ്റെ ചാർട്ടും, കോൾ ഓപ്ഷൻ്റെയും പുട്ട് ഓപ്ഷൻ്റെയും പ്രീമിയത്തിൻ്റെ ചാർട്ടും കമ്പയർ ചെയ്തുകൊണ്ടാണ് ഒരു ഡെസിഷൻ മേക്ക് ചെയ്യുന്നുണ്ടാവുക, അല്ലേ? അതുപോലെ തന്നെ നമ്മളൊരു എൻട്രി എടുക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ ഒരു കോൾ സൈഡാണ്, നമ്മളൊരു ബുള്ളിഷ് വ്യൂ ആണ് മാർക്കറ്റിൽ. നമ്മൾ ഇവിടെ നിന്നും 100 പോയിന്റ് മാർക്കറ്റ് മുകളിലേക്ക് പോകുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സാധ്യതയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ, ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ആക്ച്വലി ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ്, താഴേക്ക് പോകാൻ സാധ്യതയുള്ള പുട്ട് സൈഡിൻ്റെ ചാർട്ടിൽ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുകയും, അല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്നും 100 പോയിന്റ് താഴേക്ക് പോവുകയാണെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ കോൾ സൈഡ് പോകുന്നതിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ ആദ്യത്തെ 3 ദിവസത്തെ സപ്പോർട്ട്, റെസിസ്റ്റൻസ്, FFC ഫോർമേഷൻ, ഈ FFC ഫോർമേഷൻസ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഡെയിലി ടൈം ഫ്രെയിമിലും വീക്ക്ലി ടൈം ഫ്രെയിമിലും അതുപോലെ തന്നെ മന്ത്ലി ടൈം ഫ്രെയിമിലും എല്ലാം ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ആദ്യത്തെ 3 മോഡ്യൂളിൽ ലേൺ ചെയ്യാം. ദെൻ ആഫ്റ്റർ ദ മോഡ്യൂൾ വി വിൽ ഹാവ് സം ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ ഉള്ളിൽ വരുന്ന എല്ലാ ചോദ്യങ്ങളും നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക, സോ ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ. ആ ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫിനാൻഷ്യൽ ഫ്രീഡം ചലഞ്ചിൻ്റെ
ഫോർത്ത് മോഡ്യൂളിലേക്ക്, ഈ 21 ദിവസത്തെ ലേണിങ്ങിൻ്റെ ജേർണിയിൽ ഫോർത്ത് മോഡ്യൂളിലേക്ക് കിടക്കാം. അപ്പോൾ ഇതുവരെ സംസാരിച്ചതിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കുറേ വേർഡ്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നത്, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ വേർഡ്സ് എല്ലാം കുറച്ച് കട്ടിയാണ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്സിനെ കുറിച്ച് അറിയില്ലെങ്കിൽ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നോക്കാൻ പറ്റുന്നേ ഉള്ളൂ. കാരണം ഈ ലേണിംഗ് ജേർണി എന്ന് പറയുന്നത് വളരെ ഷോർട്ട്, ക്രിസ്പ്, പ്രിസൈസ് ആയിട്ടുള്ളത് ഒന്നാണ്. സോ ദാറ്റ് യു ക്യാൻ ലേൺ ബിഗർ, ബെറ്റർ ആൻഡ് സ്ട്രോങ്ങർ.